നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. സുപ്രീം കോടതി ഇന്ന് തീരുമാനം എടുക്കാനിരിക്കെ ഇലക്ഷൻ കമ്മീഷന് ഇന്നലെ പാതിരാത്രിയിൽ തിരഞ്ഞെടുത്തായി വാർത്ത കണ്ടുകയാണ്. സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഈ മൂന്ന് വ്യക്തിത്വങ്ങളാണ്. ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ഒരു പരിധിവരെയും നമ്പർ 1 വ്യക്തിത്വങ്ങളായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ആ വ്യക്തിത്വമൊന്നും ഇല്ല അങ്ങനെ. എങ്കിലും അതാണ് അത് BJP ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ് മാറ്റിയാണ് സുപ്രീം കോടതി ജസ്റ്റിസിനെ ഒഴിവാക്കിയത്. അംബേദ്കർ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ പറയുന്നത് എന്ന് എക്സിക്യൂട്ടീവ് ഭരണാധികാരികൾ ഭരണം നിയന്ത്രിക്കുന്നത് ഇതിൽ ഇലക്ഷനെ ഇടപെടുന്നു അന്ന് ജനാധിപത്യം തീരുന്നവരാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ട് ജനാധിപത്യ സമ്പ്രദായമല്ല നടക്കുന്നത്, കൃത്രിമമാണ് എല്ലാ നിലവും. അതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം ശക്തമല്ലാത്തതുകൊണ്ടാണ്. എവിടെ പ്രതിപക്ഷം ശക്തമല്ലയോ അവിടെ ജനാധിപത്യം നശിക്കും. അതൊരു ലോക തത്വമാണ്, വേൾഡ് ഫിലോസഫിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് കാരണം? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രതിപക്ഷം എന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നയിക്കുന്നത് മുന്നണിയാണ്, ഇന്ത്യ മുന്നണി. പക്ഷെ ആ കോൺഗ്രസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. അന്ധമായിട്ട് വിരോധമായിട്ട് കാര്യമില്ല. പക്ഷെ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹവും സമുദായവും രാജ്യവും രാഷ്ട്രവും ആപത്തിലേക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക. 2% മാത്രമുള്ള ബ്രാഹ്മിൻസ്, 2% പഞ്ചാബികൾ, 2% ക്രിസ്ത്യൻ, ഈ വിഭാഗങ്ങൾക്കെല്ലാം എത്രമാത്രം പ്രാതിനിധ്യം ഈ കോൺഗ്രസ്സിലുണ്ട് നോക്കണം. അതേ സ്ഥാനത്ത് 20% പ്രാതിനിധ്യമുള്ള ഈ മുസ്ലിം സമുദായത്തിന് കോൺഗ്രസ് പരിഗണിക്കുന്നില്ല. അതായത് പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് തൊപ്പി വെച്ച മൗലാന അബുൽ കലാം ആസാദ് ലോകവിദഗ്ധൻ, പിന്നീട് വിദ്യാഭ്യാസ വിദഗ്ധൻ, ബുദ്ധിമാൻ, ഫിലോസഫിസ്റ്റ്, അദ്ദേഹം 2ാം സ്ഥാനം. ഗാന്ധിജി നെഹ്റു, അല്ലെങ്കിൽ നെഹ്റു ഗാന്ധിജി, അത് എടുക്കുക അല്ലെങ്കിൽ അതിലെടുക്കുക 2ാം സ്ഥാനത്തുണ്ട്. നെഹ്റു ആണെങ്കിൽ അല്ലെങ്കിൽ ഗാന്ധിയാണ് ഗാന്ധിജി 2ാം സ്ഥാനത്ത് ഇതുണ്ട്. ഇവിടെ ഇന്ന് കുറേ വർഷമായിട്ട്, പ്രത്യേകിച്ച് 2000-ന് ശേഷം ഈ സോണിയ കോൺഗ്രസ്, ഈ അന്തോണി കോൺഗ്രസും ഉമ്മൻചാണ്ടി കോൺഗ്രസും വന്നതിന് ശേഷം മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് അറിയപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് ACC ഓഫീസിലേക്ക് ആരോ സ്വീകരിച്ചുകൊണ്ട്, പക്ഷേ ശശി തരൂരിനെ അല്ല, വേറെ ആരെയും അല്ല, അവിടെ ഒരു സിംഗ്, തൊപ്പി വെച്ച ആടിയുള്ള ഒരു സിംഗ് സ്വീകരിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ഈടോ രാഹുൽ, ഈടോ പ്രിയങ്ക, 20% ഈ സമുദായത്തിന് നിങ്ങൾ എന്ത് ബാധ്യത കൊടുക്കുന്നത്? ഇപ്പം കേട്ടോ, രാഹുൽ ഗാന്ധി ചെയ്ത തീരുമാനം മാർച്ച് 10-ാം തീയതി പ്രതിപക്ഷ MP-മാരെ നയിക്കുന്നത് ഷാഫി പറമ്പിലായിരിക്കുമെന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണെങ്കിൽ നല്ലതാണെന്നേ. ഷാഫി പറമ്പിലിന് മലയാളിയാണ്, പുള്ളിക്ക് കൊടുക്കും. ഞങ്ങൾ നിർബന്ധം പറയുന്നില്ല, കാരണം അതിൻ്റെ വടക്ക് ഇന്ത്യൻ ഇവിടെ ഇല്ലെങ്കിലും പറയാണ്. 20% ഇല്ലേ? 20% ഷാഫി പറമ്പിലിന് മുന്നിൽ നിർത്തോടെ എന്താണ് നിങ്ങൾ പേടി? അത് നിങ്ങൾ ഇത്രയും കാലം വേണുഗോപാലിൻ്റെ ജാതി ഇപ്പം ജാതി മാത്രമല്ല ഉപജാതി നോക്കുന്ന കാലമാണ്. പറയാതിരിക്കാൻ പറ്റുമോ? നായതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയിൽ എത്രയാണ്? ഞാൻ വലിയ പറഞ്ഞില്ല, എന്നോട് മാതൃഭൂമി പണിയിട്ടും കാര്യമില്ല. 0.003 103% ഉള്ളൂ. ഇത് 20% ഉള്ളൂ. പക്ഷെ അതുപോലെ യാദവർക്ക് വേണം, ദളിതർ വേണം, ബ്രാഹ്മിൻസ് വേണം, ക്രിസ്ത്യൻസിന് വേണം, നായർക്ക്, എല്ലാവർക്കും വേണമെന്നു. ആ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരാവുന്ന രീതിയിൽ എല്ലാവർക്കും ബാധ്യത കൊടുക്കണം. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം കൊടുക്കും നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതിൽ മുസ്ലിങ്ങൾ വേണ്ടി കുഴപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല. എന്താ കാര്യം അറിയോ? മറ്റ് ചില ബന്ധങ്ങളും കൊണ്ട് അല്പം കുറഞ്ഞാൽ സഹിക്കാം, ഒട്ടുമില്ലാതെ ഭേദമില്ലേ. അത് രാഹുൽ ചെയ്യുന്നുണ്ടോ? രാഹുലിന് പ്രിയങ്കയുടെ സാമീപ്യത്തിൽ ഇപ്പോൾ കണ്ടോ,
പിന്നെ ഗുജറാത്തിലെ സോണിയാഗാന്ധി നേതൃത്വ അദ്ദേഹം അതിന് പറ്റും അഹമ്മദ് പട്ടേലിൻ്റെ മകൻ BJP പോകാൻ പോകുന്നു. കാരണം പരിഗണന കൊടുക്കുന്നില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി മരിച്ച മകൻ MLA ഇട്ട് കൊടുത്തില്ലേ? അതേ പരിഗണന എന്തേ നിങ്ങൾ ഈ അഹമ്മദ് പട്ടേൽ മകന് കൊടുക്കുന്നില്ല? എന്തേ പിന്നെ MA ഷാനവാസിന്റെ കുടുംബത്തിൽ കൊടുക്കുന്നില്ല? തൃശ്ശൂർ നമ്മുടെ സ്പീക്കർ മരിച്ചു, സ്പീക്കർ മകൻ MLA ആക്കി. ഇപ്പൊ BT തോമസിന് മരിച്ചു, അദ്ദേഹം ഭാര്യങ്ങൾ MLA ആക്കി. അത് പലതാക്കി. അതൊന്നും തെറ്റില്ല, ഒക്കെ ചെയ്തോട്ടെ, അതൊക്കെ നല്ലതാണ്. ഇവരാരും മോശമല്ല. ഉമ്മൻചാണ്ടി മകൻ MLA ആണ്, അതിന് മോശമല്ല. മേടാണ് എൻ്റെ വളരെ സുഹൃത്താണ്, ഒരു കുഴപ്പമില്ല, മിടുക്കിയാണ്, അതിലല്ല പറയുന്നത്. അതേ പരിഗണന ഇവർക്ക് കൊടുക്കണ്ടേ? ഇത് നിങ്ങൾ MA ഷാനവാസിന്റെ മരിച്ച കുടുംബത്തിൽ പറ്റിയ ആരും ഉണ്ടോ? അവർ വളർത്തിക്കൊണ്ടോ നിങ്ങൾക്ക് തോന്നിയോ? ചിന്തിച്ചാരെങ്കിലും ഒരു പരിഗണന പോലും കൊടുത്തവർ. നിങ്ങൾ കോൺഗ്രസ് പിന്നെ നേതാക്കൾ ദീർഘവീക്ഷമുള്ളതാണെങ്കിൽ MA ഷാനവാസിന്റെ കരളിൻ്റെ അസുഖം മകളുടെ കരളെടുത്തു കൊടുത്തത് അതൊക്കെ വളരെ തന്ത്രമല്ലേ? കരൾ മാറ്റിയ സ്ഥിതി ഒന്നും പിന്നെ കൊണ്ടെടുക്കാൻ പറ്റില്ല. അപ്പം മകള് ചെറുപ്പം കരൾ മാറ്റിക്കൊണ്ട് അവർ വീട്ടിൽ കുത്തിയിരുന്നോളും, പിന്നെ സ്ഥാനത്തേക്ക് വരില്ല. അത് വളരെ ബുദ്ധിയോട് ഒതുക്കിയതല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? ബിക്കോസ് ഐ എം എ സൈക്കോളജി. ഞങ്ങൾ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന സെക്ഷനാണത്. അതായി പറഞ്ഞത്. നിങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ബോധ്യമുള്ള പറയണ്ടില്ലേ? ഏതായാലും അസുഖം വന്ന് രക്ഷപ്പെടില്ല, അത് മകളെയും കൂടി കൊല്ലണ്ട. ഇന്നലെ ഇപ്പോൾ കരൾ ശസ്ത്രക്രിയയിൽ മകനെ കൊടുത്ത് മകന് മരിച്ചു, അച്ഛനും മരിച്ചു. നമ്മുടെ PM സെയ്ദ് സാഹിബ് കൊറിയയിൽ സിയോൾ കൊറിയ ദക്ഷിണ കൊറിയ സിയോളിൽ ചെന്ന ആ മനുഷ്യൻ ഏകാന്തതയിൽ ദിവസങ്ങളോട് കടന്നുകൂടാ, ഒരു മനുഷ്യൻ കാണാതെ അവിടെ മരിച്ച പോകുന്നത്. കരൾ മാറ്റി വച്ച പിന്നെ ശസ്ത്രക്രിയയെല്ലാം പരമാവധി സക്സസ് അല്ല, അത് വളരെ കുറച്ചുള്ളൂ. എന്തുമില്ല കേട്ടെ. അങ്ങനെ മകളുടെ കരൾ പകർത്തെടുത്തപ്പോഴേ ബുദ്ധിയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയണ്ടേ അത് വേണ്ട മോളെ, അല്ലെങ്കിൽ പറയാം അത് ഉദ്ദേശിക്കുന്നില്ല, ഫലം കിട്ടില്ലെന്ന് പറയുക. എന്നിട്ട് ആ മകളെ എന്ത് സ്ഥാനാർത്ഥി വെക്കണ്ടേ? പിന്നെ എന്താണ് വയനാട് രാഹുൽ ഗാന്ധി കൊടുത്തത്, ഓക്കെ, വേറൊരു മണ്ഡലത്തിൽ കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ കോൺഗ്രസോ കേരളത്തിൽ കോൺഗ്രസ് ചിന്തിച്ചോ? നിങ്ങൾ എന്ത് വോട്ട് എന്ന് പറയുമ്പോൾ എന്തിനാ 20% വോട്ട് ഒരു വിലയില്ല ഇവിടെ. ഞങ്ങൾ സാമൂഹ്യ നീതിക്ക് പ്രവർത്തിക്കുന്ന വോയിസ് ഫോർ ജസ്റ്റിസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാദിക്കേണ്ടി വരും. സർവ്വസ്നേഹിയാണ്, എല്ലാവർക്കും വേണ്ടി വാദിക്കേണ്ടി വരും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. പക്ഷെ അവർക്ക് വേണ്ടി വാദിക്കേണ്ടി വരുന്നു. അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോഴേ അതൊരു ദളിത് പ്രാമുഖ്യ പാർട്ടിയാണ്. കാൻഷാമിൻ്റെ അയാൾ ശാസ്ത്രീയനാണല്ലോ അദ്ദേഹം. ഇപ്പോൾ മായാവതിയെല്ലാം കളഞ്ഞ് അന്ന് അവർ ചിലർ പറയും കമ്പ്യൂട്ടർ ഷാ സാറ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു. ചോദിക്കണം, മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങൾ വാദിക്കുന്നു, എനിക്ക് വാദിക്കണ്ടേ? എൻ്റെ സമുദായത്തിൽ വാദിച്ചാലും എനിക്ക് എന്താ വിലയുള്ളത്? അപ്പം മറ്റുള്ളവർക്കെല്ലാം വാദിക്കുന്നതൊപ്പം മുസ്ലിങ്ങൾക്കും വാദിക്കും. അത് വാദിക്കുന്നതല്ലേ? അപ്പം ഇങ്ങനെ ഒരു തീരുമാനം ഇത് രാഹുൽ ഗാന്ധി എടുത്ത് അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് എങ്കിൽ അത് നല്ലതാണ്. ഇത് ആലോചിച്ചത് മൗലാന അബുൽ കലാം ആസാദ്, അതിനുശേഷം അദ്ദേഹത്തിന് പേരക്കിട പണ്ഡിറ്റ് ബഹത്തുള്ള കോൺഗ്രസ് തിരിച്ചോ? സിക്കിം ഇതിൻ്റെ ഒരു ആദിവാസി, എല്ലാ പേരും ഓർക്കുന്നെങ്കിൽ അങ്ങനെ എത്ര കോൺഗ്രസ് നിങ്ങൾ പുറത്തു വിട്ട്. ഇതൊക്കെ പോട്ടെ. UPയിലെ ഇസഡാർ അൻസാരി കേൾക്ക്, ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾ മോശം ചിത്രീകരിക്കുക. ഇസഡാർ അൻസാരി എന്ന 90 വയസ്സുകാരൻ സഹമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര മന്ത്രിയായിരുന്നു ഈ പരിസ്ഥിതി അതിൻ്റെ അദ്ദേഹത്തെ ക്യാബിലേക്ക് ഒരു 18 വയസ്സുള്ള പെൺകുട്ടി കയറിപ്പോയി, ഒരു അരമുടുക്ക് കൊടുത്ത് നിലവിളിച്ചിറങ്ങി വന്നത്. ആ കേസായി. അന്ന് ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി മരിച്ച ഷീല ദീക്ഷിതല്ല, ഷീല കൗൾ UPക്കറിയാം. കൗൾ എന്താ പറഞ്ഞുതരുമോ? നിങ്ങൾ മത്സരിക്കുന്നില്ലെങ്കിൽ ഈ കേസ് പിൻവലിക്കാതെ മതി. അദ്ദേഹം അൻസാരി മത്സരിച്ച് തോറ്റുപോയി, കേസും തീർന്ന് അദ്ദേഹം മരിച്ചും പോയി പിന്നീട്. അതുപോലെ നമ്മൾ പിന്നീട് കോൺഗ്രസിൻ്റെ കാലത്ത് 64 പശ്ചിമ ബംഗാൾ നടന്ന വർഗീയതകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹുമയൂൺ കബീർ, പഴയ ചക്രവർത്തി വേണമെങ്കിൽ വരില്ല, ഇന്ന് ജോർജ് ഫെർണാണ്ടസിലെ മരിച്ചുപോയ എൻ്റെ നേതാവ് കൂടിയാ. ആ ജോർജ് ഫെർണാണ്ടസിൻ്റെ മകൻ ലൈല ഫെർണാണ്ടസ് വാപ്പ ഹുമയൂൺ കബീർ 64 പറഞ്ഞത്, അത് നൂറ്റാണ്ടില്ല. അദ്ദേഹം നിഷ്പക്ഷമായ ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് അന്ന് പ്രധാനമന്ത്രി രാജിവെക്കണം. അവിടെ പുള്ളി എന്താ ചെയ്ത്? പുള്ളി മന്ത്രിസ്ഥാനത്ത് വേണ്ടി വേറെ ആളെ വെച്ച്. അതാണ് നെഹ്റു ചെയ്ത്. അപ്പോൾ നെഹ്റുവിനെ പോലെ ഒരു മാനേനെ അടുത്താൽ ഇല്ല. അവർ പോലും ചെയ്ത നിലനിൽപ്പിനെ അങ്ങനെ ചെയ്ത് അത് ചെയ്യും ആരായാലും, സ്വന്തം നിലനിൽപ്പാണ് ഏറ്റവും വലുത്. പിന്നെ കർണാടകയിൽ വന്നിട്ട് ഒരാളില്ലേ ഷെറീഫ്,
ഇവിടെ ഇപ്പോൾ ആൾക്ക് എവിടെ പകരം ആര് വന്നു? അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയാൻ പറ്റും. ആ ഒരു അത് പിന്നെ ഇതുണ്ടായിരുന്നു പട്ടേൽ, ആ പട്ടേൽ പോയി. അദ്ദേഹം പട്ടേലിൻ്റെ ആ മേഡത്തിലൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ MI ഷാനവാസിൻ്റെ മകൾക്കിടെ കരളെടുത്ത് വാപ്പ കൊടുത്തതിൽ ബോധ്യമുള്ള കോൺഗ്രസ് നേതാക്കൾ അത് ഉപയോഗിച്ചില്ല എന്നും ആ കുട്ടിയെ ഒഴിവാക്കിയെന്ന് പറയാം. അതുപോലെ മറ്റു കാര്യം പറയാം. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അറിയണ്ടേ. ഇപ്പോൾ ഒരു സിദ്ദീഖുണ്ട്, സിനിമയുടെ വാസുജ സിദ്ദീഖ്. എനിക്ക് അത്ര ചെറിയൊരു നീരസമുണ്ട്. കാരണം പിന്നെ എന്താ കാര്യം എന്നറിയുമോ? ഫാദർ ടം എഴുതാനും പോയിട്ട് വേണ്ടി ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ പുറത്ത് പ്രവർത്തിച്ച ആദ്യത്തെ ആൾ ഞാനാണ്, മൊയ്തീൻ ഷാ, വോയിസ് ഓഫ് ജസ്റ്റിസ്. അത് ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം പരിപാടി ഉൾക്കാൻ ടൗൺ ഹാൾ വെച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വീട്ടിൽ ചെന്നു. അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞാൽ വന്നേക്കാന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു 11 മണിക്ക് പറ്റല്ല അദ്ദേഹത്തെ ഞാൻ അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ എന്നോട് പുള്ളി ഒരു വഞ്ചന കാണിച്ച മൊയ്തീൻ ഷാഡ്. അയാൾക്കറിയില്ല എൻ്റെ കപ്പാസിറ്റി, പണം അല്ലോട് കപ്പാസിറ്റി. പക്ഷെ അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ കേസ് വരാൻ കാരണം അറിയോ? പാർലമെൻറ്റിലേക്ക് അദ്ദേഹം സീറ്റ് കൊടുക്കാമെന്ന് വെച്ച് അത് ചില കാരണത്തിൽ നടന്നില്ല. കാരണം ആകെ ഒരു സീറ്റല്ലേ ഉള്ളൂ. അസംബ്ലിയിൽ ഒരു സീറ്റ് ഉറപ്പാണ്. അത് കളയാൻ വേണ്ടി കോൺഗ്രസ് തന്നെ ഒരു വിഭാഗം കുത്തിപ്പൊക്കല്ലേ പണ്ടെങ്ങാണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ആ പെണ്ണിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചേക്കുക, അല്ലെങ്കിൽ ആ പെണ്ണ് സ്വന്തം ചെയ്യുമോ? അങ്ങനെ ഒതുക്കേണ്ടവരെ ഒതുക്കാൻ ശരിക്കറിയാം കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതലറിയാം കോൺഗ്രസ് ഒതുക്കേണ്ടവരൊക്കെ. അത് ഞാൻ വേറെ കാര്യം പറഞ്ഞില്ല. നമ്മുടെ TH മുസ്തഫ സാഹിബ് അദ്ദേഹം എൻ്റെ നേതാവ് പറയാൻ പറ്റില്ല. അതിന് മകൻ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയപ്പോൾ സോണിയാഗാന്ധിക്ക് രാത്രി ഫാക്സ്, അന്ന് ഫാക്സ് ആദ്യം, ഇപ്പോഴത്തെ ഇമെയിലൊക്കെ വരുന്നുള്ളൂ. പെരുമ്പോൾ ബോയ്സ് സ്കൂൾ കുത്തി തുറന്ന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കോപ്പി എടുത്ത് പിന്നെ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ അയച്ച ആരാണ്? അയച്ചൊരു കാര്യം പറയുമോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത് ചാർജ് എടുക്കും. ഇനി ഒരാഴ്ച ചാർജ് ആ ഒരാഴ്ച നമുക്ക് 40 ദിവസം കഴിയുന്ന ഇവിടെ 50-40 ഉള്ളവരൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട്. അപ്പോൾ ഇതാണ് ഒതുക്കൽസ്. അങ്ങനെയുള്ള ഒതുക്കൽസ് ഈ സമുദായത്തിലെ ചില നേതാക്കൾ മണ്ടന്മാരായതുകൊണ്ട് അത് നടക്കും. പക്ഷെ ഇനി അത് നടക്കില്ല. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇനി അങ്ങനെ ഒതുക്കി നശിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ പണിയെടുത്ത് വോട്ട് വാങ്ങി ജയിച്ചു, ഒരു കുഴപ്പമില്ല. പണിയെടുക്കാതെ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട എന്ന് കാണിച്ചാൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാണിച്ചാണ് സയൻറ്റിസ്റ്റാണ്, കാണിച്ചാണ് വെറും ചുക്ര രാഷ്ട്രീയക്കാരല്ല. അദ്ദേഹത്തെ കീഴാട് 10-20 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചത്. അതേ കൂടെ നടന്നും ജയിച്ചും ഒക്കെ നടന്നു അത്ര പാടുവിട്ട് വളർന്ന ആളുകൾ കാണിച്ചതാണ്. ഞങ്ങൾ പറയുന്നതോ ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം വേണ്ട, ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഭരണത്തിൽ പങ്കാളിയാണ്. അത് അന്യായമായ ഡിമാൻഡാണ്. അങ്ങനെ കോൺഗ്രസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, പിന്നെ വടക്ക് ഇനി പ്രതീക്ഷയുണ്ട്. ഇല്ലാതെ 20% വരുന്ന ദേശീയ മുസ്ലിങ്ങളും അവർക്ക് നിങ്ങൾ ഒരു പേര് പറയാൻ പോലും രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്ക് ധൈര്യം വരുന്നില്ല. കാരണം അറിയോ? അവിടെയാണ് കാര്യം. സ്വത്തുള്ളവൻ്റെ മടി, പണമുള്ളവൻ്റെ മടി ഭയക്കും എന്ന് പറയുമ്പോഴാണ് അവർ പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ധൈര്യമില്ല. അവിടെയാണ് ധൈര്യം വേണ്ടത്. മുതിർന്ന ജാതി തന്നെ വേണം, അല്ലെങ്കിൽ മുന്നോക്ക ജാതിപ്പെട്ട നേതാക്കൾ തന്നെ വേണം മുസ്ലിം സമുദായത്തെ സപ്പോർട്ട് ചെയ്യാൻ. അവർക്ക് ആത്മബലമുള്ളൂ. ഈ ക്രിസ്ത്യാനിയിലും ഇനി മുസ്ലിം ആയാൽ പോലും ആത്മബലം ഉണ്ടാവില്ല. ആത്മബലം ഉണ്ടെങ്കിൽ സവർണ്ണ ഹിന്ദു ആയിരിക്കണം, പക്ഷെ അവന് മനുഷ്യ സ്നേഹിയായിരിക്കണം, മുസ്ലിം സ്നേഹിയായിരിക്കണം. യഥാർത്ഥത്തിൽ വെറുതെ വോട്ട് ബാങ്കല്ല. അങ്ങനെയുള്ളവരുടെ ശാസ്ത്രി സവർണ്ണനാണ്, ഒന്നാമത് ബ്രാഹ്മണനാണ്. എത്ര മനുഷ്യ സ്നേഹിയായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാർ. അങ്ങനെ മനുഷ്യ സ്നേഹമുള്ള, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് സ്നേഹം തോന്നുന്നു, ആത്മാർത്ഥ സ്നേഹമുള്ള സവർണ്ണ മുന്നോക്ക വിഭാഗം തന്നെ നേതാവായിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ലെന്ന്. അല്ല പിന്നോക്ക ദളിതായാലും പിന്നോക്കനായാലും മുസ്ലിം ആയാൽ പോലും ഈ വിഷയം വരും. അവർക്ക് വിൽ പവർ കുറയും. സെൽഫ് സഫിഷ്യൻ്റ് എന്നൊക്കെ പറയില്ലേ, സെൽഫ് റിലയൻസ് ഒക്കെ. പണ്ട് സെൽഫ് സഫിഷ്യൻ്റ്, അത് മാറ്റി റിലയൻസ് ആയി. അതിന് റിലയൻസ് നമ്മുടെ റിലയൻസ് വന്നത്. അതുപോലെ ഇല്ല, അത് വേണം. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും ആന്റണിക്കും പറ്റുമ്പോഴും ഉമ്മൻചാണ്ടിക്കും പറ്റുമ്പോഴും. അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ അത് ഹിന്ദു സമുദായത്തിൽ ഇഷ്ടപ്പെടും. ഓരോ ഭയമുണ്ട്, ആത്മബലമില്ല. അത് പിണറായി പോലെ നിർഭയതനായിരിക്കണം. അതാണ് ഞാൻ പറയാം. മാറാട് സംഭവത്തിൽ അവിടെ ചെന്നപ്പോഴേ കുമ്മനം രാജശേഖരൻ ആന്റണി എന്ന് ആന്റണിയാണെന്ന് മുഖ്യമന്ത്രി കുഞ്ഞാക്കായിട്ട് അവിടെ ചെന്നപ്പോൾ മുസ്ലിം കടത്തിവിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആന്റണി പറഞ്ഞു എന്നാ സാഹിബ് എന്നാണ്, സാഹിബ് റെസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ചെയ്യാണല്ലോ, ഗസ്റ്റ് ഹൗസ് റെസ്റ്റ് ചെയ്യും, ഞാൻ വരാമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോയി. മണ്ടൻ. പിറ്റേ ദിവസം പിന്നെ പിണറായി സഖാവ് ചെന്നത്
അപ്പോൾ ഇയാൾ കൈ കാണിച്ച് മാറിയിക്കണോ എന്ന് പറഞ്ഞിട്ട് അയാൾ തട്ടി മാറ്റിയാൽ പിണറായി സഖാവും പിന്നെ ആ 2 MLA CKC മൂവുകയും കിളമ്പന് കയറിയും കൊണ്ട് അകത്തേക്ക് പോയത്. അവിടെയാണ് നമ്മൾ അന്തസ്സ് കാണുന്നത്, അവിടെ നമ്മളതിൻ്റെ കഴിവാണത്, ആണത്തം കാണുന്നത്. അങ്ങനെ വേണം, അതേ പറഞ്ഞത്. ആ കഴിവ് ആനണിക്കോ മുഹമ്മദ് ഷാക്കോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദളിതരായ രാമൻ ഉണ്ടാവില്ല. ഉണ്ടാകാം ഈഴവനോ അല്ലെങ്കിൽ എന്ത് 1000 അമ്പൂരൊക്കെ ആയില്ല, അവർക്ക് ആ വിൽപ്പം ഉണ്ടാവുള്ളൂ. പിണറായി സഖാവ് ഈഴവാണെങ്കിൽ അവർക്ക് ആ വിൽപ്പം ഉണ്ട് ഇക്കാലത്ത്. അപ്പം ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായി എല്ലാ വിഭാഗത്തിനും മാന്യമായ അംഗീകാരം കൊടുക്കണം. അതല്ല എങ്കിൽ രാഹുലെ അപകടത്തിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് രാത്രിയൊക്കെ ഭരണകക്ഷി എന്ന നിലയിൽ BJP ഗവൺമെൻറ്, മോഡി ഗവൺമെൻറ്, അമിത്ഷാക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കാൻ പറ്റും ധൈര്യം കിട്ടുന്നത്? പ്രതിപക്ഷം ശക്തമല്ലാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷം ശക്തമാണെങ്കിൽ ഒരു അമിത്ഷായും വരില്ല, ഒരു മോഡിജിയും വരില്ല. അതിൽ പ്രതിപക്ഷം ശക്തമാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മാർത്ഥമുള്ള നേതാക്കളായിരിക്കണം, സത്യസന്ധരായിരിക്കണം, കഴിവുള്ളവരായിരിക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ജയപ്രകാശ് നാരായണൻ ഊമിച്ചത് ഉണ്ടല്ലോ, അയാൾ വിദേശം എന്നുള്ള ഇന്ത്യക്കാരനല്ലേ. അയാൾ പറഞ്ഞതാണ് പറഞ്ഞത്, കോൺഗ്രസ് താഴെ ഇറക്കാൻ എല്ലാവരും യോജിക്കണം, എല്ലാവരും ഒരു കയ്യിൽ നിർത്തും പറഞ്ഞു. ആ വാക്ക് പറയും കോൺഗ്രസ് ഇന്നും ധൈര്യമുണ്ടോ? രാഹുൽ ധൈര്യമുണ്ടോ? പ്രിയങ്ക ഉണ്ടോ? സോണിയാഗാന്ധി വിട്ടുകളയാ, ഗാർഗയ്ക്ക് ഉണ്ടോ? ശിവകുമാർ പറയുമായിരുന്നു. പക്ഷേ ശിവകുമാർ നിങ്ങളുടെ ശശി തരൂരിനും ശിവകുമാറിനും അധികാരം കൊടുക്കണമല്ലോ, അവർ മാറ്റി നിർത്തിയേക്കല്ലേ. അത് പറയണം. എന്താണ് പറയേണ്ടത്? ഒരിക്കൽ കൂടി പറയാം. കോൺഗ്രസ് അല്ലാത്ത എല്ലാവരും മുന്നിലുണ്ടാവുന്ന ജയപ്രകാശ് നാരായണൻജി പറഞ്ഞ പോലെ BJP അല്ലാത്ത എല്ലാവരും ഈ മുന്നണിയിലുണ്ട്. വേണമെന്നല്ല, വേണമെന്ന് പറയുന്നത് ഉണ്ട് തമ്മിൽ അർത്ഥ വ്യത്യാസമുണ്ട്. ഭാഷയുടെ ഗ്രമറ്റിക്കൽ മിസ്റ്റേക്ക് പറയലുണ്ട്. അങ്ങനെ വേണമെന്നല്ല, ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയണം. അങ്ങനെ പറയും ധൈര്യം രാഹുലിനുണ്ടോ? രാഹുൽ ഉണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി സ്വയം വേണം. അതില്ല, അവിടെ ഈ പരങ്ങണത്. അപ്പോൾ പ്രതിപക്ഷം എന്ന് ശക്തമല്ലാതെ വരുന്നു അന്ന് ജനാധിപത്യം തകരും. എക്സിക്യൂട്ടീവ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു അന്ന് ഭരണഘടന പോകും എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ സർക്കാരായിരുന്നില്ല, അയാൾ ജന്മം കൊണ്ട് ദളിതനായിരിക്കലും അദ്ദേഹം ബുദ്ധിമാനായിരുന്നു, മിടുക്കനായിരുന്നു. ഇപ്പം നാളെ ഇതില് ഇന്ത്യയിൽ നിന്ന് ഒരു അവസാനത്തെ മുസ്ലിം പോയാലും എനിക്ക് സന്തോഷമുണ്ട് പറഞ്ഞാണ് ഇപ്പം സംഘപരിവാർ പറഞ്ഞത്. വല്ല സത്യമുള്ള കാര്യമാണോ? അംബേദ്കറിസത്തെ കുറിച്ച് ഞങ്ങൾ വർഷങ്ങൾ 10-30 വർഷം അതേക്കുറിച്ച് പഠിച്ചും തിസീസ് എഴുതി വെക്കേണ്ടിച്ചാണ് ഈ മൊയ്തീൻ ഷാ, ഖാൻ ഷായുടെ കൂടെയായിരുന്നു. അതിന് പിന്നെ മായാവതി കൂടിയായിരുന്നു. മായാവതി ഇപ്പം തെറ്റിപ്പോയെങ്കിലും കല്ല സുപ്പാൻ്റെ കൂടെയായിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അംബേദ്കർ ഒരു സ്ഥലത്ത് പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്. ഈ തെറ്റുണ്ടെങ്കിൽ സംഘപരിവാർ കേട്ടോ. എന്താ പറഞ്ഞത്? ഇത്രയും കാലം ഈ സവർണ മേധാവികളുടെ തല്ലുകൊള്ളുന്നത് മുസ്ലിങ്ങളായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങൾ കൊള്ളേണ്ടി വരും. കാരണം മുസ്ലിം അങ്ങോട്ട് പോയില്ലേ. അതാണ് അംബേദ്കറിന്റെ ഭാഷ ശൈലി. അദ്ദേഹം പറഞ്ഞ കൊട്ടേഷൻ, ആപ്തവാക്യം അല്ലെങ്കിൽ മുഖവുര. അതിന് പകരം പറയുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ മുസ്ലിം ഇന്ത്യയിൽ നിന്ന് പോവുകയല്ല, എനിക്ക് സമാനം ഉണ്ടാവുള്ളതാണ് സംഘപരിവാറിന്റെ പ്രചരണം. കാരണം ഒരു കാര്യം 1000 വട്ടം പറഞ്ഞ, ഒരു തെറ്റ് 1000 വട്ടം പറഞ്ഞാൽ ശരിയാകും എന്നുള്ള പീപ്പിൾസ് തിയറിയൊക്കെ ഉണ്ടല്ലോ. ഒരു പരിധിവരെയൊക്കെ ശരിയാണ്, കേട്ട് അങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വിഭാഗം ജനതയ്ക്കും അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് വളരാനുള്ള സാഹചര്യം കൊടുക്കണം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. എന്തുകൊണ്ട്? അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദായം. അത് 2 സഹോദരൻ, ധീവര സഭയുണ്ട്, മറ്റേ മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ധീവര സഭ എണ്ണത്തിൽ കുറവാണ്, വളരെ കുറവാണ്. 2% പോലും ഇല്ലെന്ന് തോന്നുന്നു ദേശീയ ലെവലിൽ. കേരളത്തിലാണ് 5% ഇട്ടുണ്ട്. അതിന് പകരം ചെയ്യണം പറയാൻ കാരണം അതാണ്. മറ്റൊന്ന്, നിങ്ങൾ ഇനി ആരെയാണ് ഭയപ്പെടുന്നത്? ഒരു താടി വെച്ച, ഒരു തൊപ്പി വെച്ച ഒരു മുസ്ലിം ലീഡർ നിങ്ങളുടെ AC ഓഫീസിൽ കയറി പോട്ടെ, AC എറിഞ്ഞു വരട്ടെ. അതിലുമുണ്ടായാലോ നിങ്ങളെക്കാളും നേതാവ്, അത് നെഹ്റുവിനേക്കാളും ഗാന്ധിക്കാൾ വലിയ നേതാവല്ല എന്നുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി. അവരുടെ ഗാന്ധിയുടെ കാലത്താണ് അവർ അടുത്ത് കെട്ടിപ്പിടിച്ചിരുന്നത്. മൗലാന അബുൽ കലാം ആസാദ് വേഷം എന്തായിരുന്നു? മട്ടത്തലയായിരുന്നോ?
നല്ല ടർക്കി തൊപ്പി വെച്ച് നല്ല പേഴ്സാലിറ്റി ആള്. ആ ആളെ കെട്ടിപ്പിടിച്ച നെഹ്റു ഗാന്ധി അപ്പുറത്ത് പിടിച്ചത്. നിങ്ങൾക്ക് അതിനെ അപേക്ഷിച്ച് നിങ്ങൾ എത്രയോ ചെറിയ ആളാണ്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധിയൊക്കെ, ഈ അന്തോണിയൊക്കെ. നിങ്ങൾക്ക് ഇതുപോലൊരു മുസ്ലിം വ്യക്തിത്വമുള്ള മുസ്ലിമിലെ നിങ്ങൾ അടുത്ത് നിർത്താൻ പറ്റുമോ? ഈ ആന്റണി പറഞ്ഞത് കോൺഗ്രസ്സുകാർ കേൾക്കണം, കോൺഗ്രസ് അല്ലാത്ത ആ മുസ്ലിങ്ങൾ കേൾക്കണം. ഈ ആന്റണി ഗുജറാത്ത് ഇലക്ഷനെ കുറിച്ച് തോൽവിക്ക് കാരണം അന്വേഷിക്കാൻ വിട്ടു. അത് പറഞ്ഞ പല കാര്യമല്ല അവസാനം പറഞ്ഞോ, മുസ്ലിങ്ങളെ സ്റ്റേജ് അടുപ്പിച്ചാണ് തകരാൻ കാരണം. അത് 13% ദളിതുണ്ട്, 12% മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ തുടിച്ചില്ല. യോഗ സ്ഥലത്തേക്ക് അടുത്തേക്ക് പോലും വരുന്നത് ആ നിയമം വെച്ച് ചെയ്ത്. അതുകൊണ്ട് അതെല്ലാം BJP കോട്ടി തൊപ്പിട്ട് പോയി. അങ്ങനെയാണ് ആന്റണി റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആന്റണിക്ക് വ്യക്തിത്വം ഇല്ലാതെ പറയാൻ ആന്റണി ന്യൂനപക്ഷ സമുദായമാണ്. ഇത് മുസ്ലിം സമുദായത്തിൽ ഒരു ന്യൂനപക്ഷ നേതാവ് വന്നാൽ ഇത് തന്നെ അവന് ബാധിക്കും. അവനും വ്യത്യസ്തമല്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മുന്നോക്ക സമുദായത്തിലെ ന്യൂനപക്ഷ യഥാർത്ഥ സ്നേഹമുള്ള, ആത്മാർത്ഥ സ്നേഹമുള്ള ആൾ തന്നെ ഭരിക്കണം. പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് കുഴപ്പമില്ല എന്നാണ്. ഇപ്പം രാജേന്ദ്ര ശർമ്മ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഇന്ത്യയിൽ. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോഴേ അത് കണ്ടു മനംവശമായിട്ട് പ്രധാനമന്ത്രി നരസിംഹറാവുവിനോട് ചോദിച്ചു, എന്താ മിസ്റ്റർ റാവു ഞാൻ ഈ കടന്നു ചോദിച്ചത്? അങ്ങനെ ചോദിക്കാൻ തൻ്റെ ഉണ്ടായോ? നമ്മുടെ തൻ്റെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ നാരായണൻ നമ്മുടെ KV നമ്മുടെ നാരായണൻ പ്രസിഡൻ്റായത്, അദ്ദേഹം പ്രസിഡൻ്റ് ആയിരുന്നല്ലോ. പക്ഷെ ചില സന്ദർഭത്തിൽ ഇതുപോലെ ചോദിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒന്നുകൂടി ശരിയിട്ടേ പറയുള്ളൂ, ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ചങ്ങലയാൾ സമ്മതം ചോദിച്ചു. കാരണം അതിൽ സവർണനാണ്, ബ്രാഹ്മണനാണ്, ബുദ്ധിയുണ്ട്, തന്റേടമുണ്ട്. അതില്ല പിന്നോക്കൻ്റെ ചിന്ത പോലും പിന്നോക്കാവസ്ഥ ആവുന്നതാണ് മനഃശാസ്ത്രം പറഞ്ഞത്. അതുകൊണ്ട് പിന്നോക്ക നേതാവ് ആകണമെന്നൊന്നും നമ്മൾ നിർബന്ധിക്കില്ല. ന്യൂനപക്ഷ നേതാവ് കൊണ്ട് നമ്മൾ നിർബന്ധിക്കില്ല. നേതാവാകേണ്ടത് മുന്നോക്കം തന്നെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കേരളത്തിൽ പോലും. പക്ഷേ അവൻ ആ സ്നേഹമുള്ളവനായിരിക്കും, ആത്മാർത്ഥമായിട്ട്. അത് ഞാൻ ഇപ്പം കേരളത്തിൽ വേറെ കാര്യം പറയാം. ഇവിടെ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി അംഗം ശ്രമിക്കുന്ന കേസൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളു. ഇവിടെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഒരു പക്ഷേ പിണറായി സഖം മാറിയിട്ട് ശശി തരൂരിനെ കേരളത്തിൽ LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും കാണുന്നുണ്ട് ഇവിടുത്തെ സവർണ കമ്മ്യൂണിസ്റ്റിലെ നേതാക്കൾ. പിന്നോക്കം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സാർ അബ്ദുള്ള ഉണ്ട്, സാർ തമിഴ്നാട്ടിൽ ഗവർണറായിട്ട് ഇവിടെ ദിവാനായിട്ടിരുന്നത്. ആ ദിവാനായിട്ടിരുന്നപ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ കൂടി കണ്ണീരോനോ വെള്ളം വന്നത്. ട്യൂബ് വഴി വെള്ളം വിട്ടിട്ട് അത് കണ്ണീരാന്ന് പറഞ്ഞ് അദ്ദേഹം മാറ്റി ചരിത്രത്തോട് ഈ കൊച്ചു കേരളത്തിൽ, ഈ തിരുവിതാംകൂറിൽ ആ ചരിത്രം മറന്നു പോയിട്ടില്ല. ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കാത്ത ചരിത്രം സൃഷ്ടിക്കില്ല. അതുപോലെ ഇപ്പോൾ 2 ടേം പിണറായി എന്ന ഈഴം നിൽക്കുകയാണ്. 20 മന്ത്രിമാരിൽ 12 പേരും ഈ നായർ സമുദായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. അതുകൊണ്ട് 25 ഈഴന് കൊടുത്തത് നിങ്ങൾക്കറിയാലോ. അതാണ് നമ്മുടെ ജയശങ്കർജി കേരള കൗമുദിയും കൂടി പറഞ്ഞു. കോൺഗ്രസ് 25% വരുന്ന ഈഴ സമുദായത്തെ അവഗണിക്കുകയാണ്. ഒരു പരിധി വരെ ശരിയാണ്. എന്താ അവഗണിക്കാൻ കാരണം? ജയശങ്കർജി സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അറിയോ? മണ്ഡലത്തിലും പറയല്ല, ബുദ്ധിയോർജിക്ക് 80% വോട്ടും ചെയ്യുന്ന LDFനാണ്. 70 to 80%. ഇപ്പോൾ പിണറായി സഖാവ് 2ാം മനുഷ്യരെ 80% ഈഴവർ എതിർക്കുന്നത് ആർക്കാണ്? LDFനാണ്. 80% വോട്ട് ഈഴവർക്ക് LDF ചെയ്യുമ്പോൾ അവിടെ നിന്ന് 20% കണക്കാക്കി സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞത് അത് ഇലക്ഷൻ സ്ഥാനാർത്ഥിയല്ല, അത് ജോലിയിൽ മറ്റു കാര്യങ്ങൾക്ക്. ഇത് നമ്മൾ വോട്ട് ശിശുടി ജോലി കിട്ടിയ എഡ്യൂക്കേഷനാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ, വിദ്യാഭ്യാസമാണ് യോഗ്യതയെങ്കിൽ, രാഷ്ട്രീയത്തിൽ വോട്ടാണ് യോഗ്യത. അവരുടെ കപ്പാസിറ്റി, വോട്ടിംഗ് കപ്പാസിറ്റി വേണം, വോട്ടിംഗ് പവർ വേണം. 80% വോട്ട് LDF ചെയ്തിട്ട് നിങ്ങൾ ജനസംഖ്യക്ക് ആനുപാതികം 20% സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നന്നാൽ 16 10-40 സീറ്റ് വരുമില്ലേ? 35-37 സീറ്റ്, 40 സീറ്റും ഈഴന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ വോട്ട് ചെയ്യണ്ടേ? അതാണ് ഞങ്ങൾ പറഞ്ഞ് VM സുധീരനോ മുഖ്യമന്ത്രി ആക്കുകയോ അടൂർ പ്രകാശിനെ KPC പ്രസിഡന്റ് ആക്കുകയോ ചെയ്തോ ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ ഒരു കാര്യം ഗ്യാരണ്ടി വേണം, 50% ഈഴ വോട്ടെങ്കിലും UDFന് കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ വേറെ തുണി വെച്ചിട്ട് കാര്യമില്ല. അത് രാഹുലായാലും പ്രിയങ്കയായാലും. ഞങ്ങൾ ഒരു പച്ച പരമാർത്ഥ കണക്കാണ്.
കണക്ക് 4-3-7 ഇപ്പൊ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്. കാരണം ചില സ്ഥലത്ത് പകലുണ്ട് ലോകത്ത്, മനസ്സിലായില്ലേ? ഇപ്പോൾ രാത്രിയാണ് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ്. ചില സ്ഥലത്ത് പകലുണ്ട് ഇപ്പോൾ. പക്ഷെ 4-3-7 പറഞ്ഞാൽ ലോകത്ത് മുഴുവനും ഓൾ വേൾഡ് എന്ന് പറയാൻ പറ്റില്ല. ഓൾ കൺട്രീസ്, ലോകം ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഓൾ വേൾഡ് പറയില്ല. ഓൾ കൺട്രീസിൽ ഇതുണ്ട്, അത് ശരിയാണ്, അത് ശരിയാണ്. അതുപോലെയാണ് കണക്കുകൾ ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ 25%, 50% വോട്ട് ഈഴവാസി UDF കിട്ടുന്നതിലേക്ക് നിങ്ങൾ BM സുധീരൻ മുഖ്യമന്ത്രിയായിട്ട് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ആൾ എടുക്കാണ്, ഒരു കുഴപ്പക്കാരല്ല, രാജ്യത്തെ വിൽക്കുകയില്ല, അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ അടൂർ പ്രകാശം വെച്ചോ, അത് കുഴപ്പമൊന്നുമില്ല, ആൾ സമർത്ഥനാണ്. പക്ഷേ 50% വോട്ട് കിട്ടണം. അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ എന്തോ കയ്യിൽ എഴുതും പോയി പറഞ്ഞ് കിട്ടിയില്ലാതെ ചെയ്യും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ ജയശങ്കർജിയോട് പറയാണ്, ഞാൻ ബഹുമാനം കൊണ്ട് പറയാണ്, എൻ്റെ ഒരു ഗുരു കൂടിയാണ്. ബീഹാറിൽ 100 സീറ്റ് കോൺഗ്രസ് ചോദിച്ചു കഴിഞ്ഞ പോലത്തെ അസംബ്ലിയിൽ. കഴിഞ്ഞ അസംബ്ലി ഇപ്പോൾ തീരാമുള്ളൂ. അത് 25 സീറ്റ് കോൺഗ്രസ് ജയിച്ചോളൂ. 75 സീറ്റ് പോയി. അതേ സ്ഥാനത്ത് ഇവിടെ ഇതുപോലെ നിങ്ങൾ 25-40 സീറ്റ് ഈഴവർ കൊടുത്തിട്ട് 4 സീറ്റേ കിട്ടുള്ളെങ്കിൽ ഭരണം അട്ടർലി ഫെയിലിയർ ആവൂലേ? അതേസമയം അവിടെ 100 സീറ്റ് ചോദിച്ച കോൺഗ്രസ് 100 സീറ്റ് അലോട്ട് ചെയ്ത് നമ്മുടെ ലാലുവിൻ്റെ മകൻ എന്താ ചെയ്യേണ്ടത്? ഒരു 30 സീറ്റ് എടുക്കുക. എന്നിട്ട് ബാക്കി അതിൽ 27 ജയിപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ 40 സീറ്റ് പോട്ടെ, 50 സീറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ 30 ജയിപ്പിച്ചിടക്കാൻ നോക്കും. ബാക്കി 50 സീറ്റ് ലാലുവിൻ്റെ പേരെന്നെങ്കിൽ ജയിച്ച് ഭരണം കിട്ടിയാലേ. അതേ ഒരു ബുദ്ധിമോശം കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കലേ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞങ്ങൾ എന്തിനാണ് ഈ വായു തോരാതെ പാടുവിട്ട് വന്നത്? ഇനിയെങ്കിലും നമ്മുടെ കോൺഗ്രസും സംസ്കാരവും ജനങ്ങളുടെ രീതിയൊക്കെ മനസ്സിലാക്കി സമാധാനമായിട്ട് പോകാനാണ്. രാത്രി ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന ആ ഒരു എന്താണ് പുറംവാതിൽ കൂടി നിയമനം എന്ന് പറയുന്ന മലയാളം, അതല്ല, അത് വേണ്ട, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഒന്ന് ശക്തമാകട്ടെ. അതിട്ട് നീതിയുക്തമായിട്ട് ചെയ്യും. KM ഷാജി പറഞ്ഞു, നമ്മുടെ ഒരു ഉണക്കക്കാരനുണ്ടല്ലോ, താടി തൊപ്പി വെച്ച ആൾ, ഉറക്കം നോങ്ങിയ നേതാവെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു BJP ഭരണം കിട്ടിയ ശേഷം പിന്നെ അതിൽ വായ തോന്നിട്ടില്ലല്ലോ. അതിനുമ്പ് എന്തൊരു കോലാഹലമായിരുന്നു നമ്മുടെ ഈ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ ഇവിടെ ചില പോലീസ് ഓഫീസർ, റിട്ടയർഡ് ഓഫീസറൊക്കെ ആം ആദ്മിക്ക് വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്യണം. അവരൊക്കെ വാസ്തവ ചൂലിനടിക്കണ്ടേ? എന്തൊരു ആവശ്യമായിരുന്നു. ഇവിടെ ഒരു എഴുത്തുകാരി തൃശ്ശൂർക്കാർ, ഞാൻ പാർലമെന്റിൽ 2014 മത്സരിക്കുമ്പോൾ അവരും സ്ഥാനാർത്ഥി AAPയുടെ എന്താ തല്ലെന്ന് പറഞ്ഞാലോ, സ്വർണ്ണ മാളികയും പിന്നെ ഗ്ലാസ് മാളികൾ ഈ മനുഷ്യൻ ജീവിച്ച് 300 കോടി ആട്ടം മുടിക്കുകയും സർക്കാർ ഖജനാവിൽ പണം എടുത്തത്. ഗ്ലാസ് മാളിക ഇന്ത്യ ആകെയുള്ള കർണാടകയിൽ ഒരു പിന്നെ മൈസൂരിൽ ഒരു പാതുണ്ട്, മഹൽ പാലസ്. അതിൽ കുറച്ചായിട്ട് ഗ്ലാസ് ഉണ്ട്. ബാക്കി ഒരു ചക്രവർത്തി, ഒരു രാജാവും ഗ്ലാസ് മാളിക സ്വർണ്ണയിൽ കക്കൂസ്, സ്വർണ്ണം ഉണ്ടാക്കിയ കക്കൂസയിലെ ക്ലോസറ്റ്. പിന്നെ അവനെയൊക്കെ ഭൂമിയിൽ വെച്ചിരിക്കാൻ പറ്റുമോ? എന്നിട്ടിപ്പോൾ മോഡിജിയും BJP പഠിപ്പിക്കാൻ നടക്കണം. അല്ലെങ്കിൽ അന്തസ്സുള്ളവരാണ് ആം ആദ്മി പാർട്ടിയൊക്കെ നേതാവ്, അന്തസ്സുള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ രാഹുലിനെ വിളിച്ച് യോജിച്ച് പരസ്പരം വിട്ടുവെച്ചത് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെയ്ത് ഭരണം വിട്ടുവല്ല ഡൽഹി. അത് രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ നിയന്ത്രിക്കുന്ന കൂത്തികൾ സംബന്ധിച്ചില്ല. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് സംബന്ധിച്ചില്ല, അവർ നിയന്ത്രിക്കുന്ന കൂത്തികൾ സംബന്ധിച്ചില്ല. ഇവരൊക്കെ ഉള്ളുകൊണ്ട് ഉദ്ദേശം എന്തറിയോ? BJP വന്നോട്ടേതാണ്. പറയുമ്പോൾ കോൺഗ്രസ്, പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയാണ്. കള്ളന്മാരാണ് ഒരു വിഭാഗത്തിൽ. രാഹുലിന് മനുഷ്യത്വമുണ്ട്. രാഹുൽ ആ കാര്യം കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. പുള്ളിക്ക് അക്രബുദ്ധിയോ അല്ലെങ്കിൽ ആരെയും ആക്രമിക്കുന്നില്ല. പക്ഷെ പോരാ, രാഷ്ട്രീയത്തിൽ അത് പോരാ. അവിടെ ദയവ് ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ് ആയാലും പിന്നെ ഡൽഹിയിലെ കോൺഗ്രസ് ആയാലും പ്രതിപക്ഷമാണെങ്കിലും കാര്യങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്, നമുക്കും നല്ലത്. ഞാൻ ഈ പിണറായി സഖാവോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാണ്, 25% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 80% വോട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് ഞാൻ ഒരു മാനവാദിയോട് എത്ര മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തു? എത്ര MLA ഉണ്ട് നിങ്ങൾ? ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്നല്ല, ബാക്കി എല്ലാം കംപ്ലീറ്റ് നായർ വിഭാഗത്ത് കൊടുത്തില്ലേ? ക്രിസ്ത്യൻസും തുടങ്ങിയുള്ള കൊല്ലം കുറച്ച് 2-3 വരെ ഉള്ളൂ. കൊടുത്തൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ടുള്ള രീതിയെങ്കിലും ഈഴവർ കൊടുക്കണം. അത് 80% നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ അല്ലെങ്കിൽ തെറ്റായ മുസ്ലിം പ്രീണനം കാണിച്ച് വെറുതെ ഹിന്ദു സമുദായത്തെ അകത്തരുത് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ഞാൻ നന്ദി പറയണം. ജയ് ഹിന്ദ്.